എൻ്റെ പേര് ഹരിദാസ് കുമാർ. ഞാൻ ഫസ്റ്റ് ഇയർ BSc ഫിസിക്സ് സ്റ്റുഡൻ്റ് ആണ്. ഈ കൊറോണ കാലത്ത് കൂട്ടുകാരെല്ലാം വീട്ടിലിരിപ്പല്ലേ. കൊറോണ കാലം നാം അതിജീവിക്കുക തന്നെ ചെയ്യും. എല്ലാ കൂട്ടുകാരും വീണ്ടും കോളേജിൽ തിരിച്ചെത്തും. സോ ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഫിസിക്സ് മെയിൻ കാർഡ് സബായിട്ടുള്ള മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇൻ്റഗ്രേഷൻ. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വോളിയം ഓഫ് എ സോളിഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ അതിനെക്കുറിച്ച് പറയാനാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. വോളിയം ഓഫ് എ സോളിഡ് യൂസിങ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ. വോളിയം എന്ന് പറയുന്നത് അതിന് ഇക്വേഷൻ ട്രിപ്പിൾ ഇൻ്റഗ്രൽ dv ആണ്. ദാറ്റ് മീൻസ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ dx dy ആൻഡ് dz. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. സോ അത് വെച്ച് കണ്ടുപിടിക്കേണ്ട ഒരു പ്രോബ്ലം ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. യൂസ് ദ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ടു ഫൈൻഡ് ദ വോളിയം ഓഫ് എ സോളിഡ് വിത്തിൻ ദ സിലിണ്ടർ x square plus y square is equal to 9 and between the planes z equal to 1 and x plus z equal to 5. സോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ സിലിണ്ടർ നിൽക്കുന്ന ഒരു 3 ഡയമെൻഷണൽ ഫിഗറിലാണ്. സോ x, z, y ആക്സിസ്. നമ്മുടെ സിലിണ്ടർ നിൽക്കുന്ന പ്ലെയിൻസ് എന്ന് പറയുന്നത് z ഈക്വൽ ടു 1 ആൻഡ് എക്സ് പ്ലസ് z ഈക്വൽ ടു 5 എന്ന് പറയുന്ന രണ്ട് ലൈൻസിൻ്റെ ഇടയിലാണ് നമ്മുടെ സിലിണ്ടർ നിൽക്കുന്നത്. അതിൽ ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 എന്ന് പറയുന്നത് ഈസ് സിമിലർ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. സോ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 9 ഈക്വൽ ആണ്. സോ ആർ എന്ന് പറയുന്നത് √9, ദാറ്റ് ഈസ് 3. അപ്പോൾ 3 സെന്റിമീറ്റർ റേഡിയസ് വരുന്ന ഒരു സിലിണ്ടറാണ് നമ്മൾക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി പറഞ്ഞിട്ടുണ്ട് z ഈക്വൽ ടു 1 എന്നും എക്സ് പ്ലസ് z ഈക്വൽ ടു 5 എന്നും പറയുന്ന റീജിയൻ ആണ്, പ്ലെയിൻസ് ആണ്. സോ z ഈക്വൽ ടു 1 ഇതിൽ തന്നെ കണ്ടുപിടിക്കാം. z ആക്സിസിനകത്ത് 1 എന്ന് പറയുന്നതിനകത്ത്. സോ ഈ ലൈൻ ആയിരിക്കും z ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ. നെക്സ്റ്റ് എക്സ് പ്ലസ് z ഈക്വൽ ടു 5, അത് കണ്ടുപിടിക്കാൻ ഇതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എക്സിനെ ഇതിൻ്റെ കോർഡിനേറ്റ്സിലെ രൂപത്തിൽ എഴുതിയ ആ പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ആ ലൈൻ കിട്ടും. ഈ രണ്ട് ലൈനും കൂടെ കൂട്ടിമുട്ടുന്ന ആ റീജിയൻ, ആ ഷെയ്ഡഡ് പോർഷൻ്റെ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ആ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ എക്സിന് 0 കൊടുത്താൽ z എന്താകും? 5 ആകും. ഇസഡിന് 0 കൊടുത്താൽ എക്സ് എന്താകും? 5 ആകും. സോ എന്തൊക്കെ പോയിന്റ്സ് കിട്ടി? 0, 5ലും 5, 0 എന്ന പോയിന്റ്സിലുമാണ് ഈ ലൈൻ കടന്നു പോകുന്നത്. 0 എക്സ് ആക്സസ് 0യും വൈ ആക്സസ് 5ഉം ആയിട്ടുള്ള പോയിന്റ്. ദാറ്റ് മീൻസ് എക്സ് ആക്സസ് 0യും വൈ ആക്സസിൽ 5 എന്ന് പറയുന്ന പോയിന്റ്. ദാറ്റ് ഈസ് 0, 5 ഇവിടെ. ഇനി അടുത്തത് എക്സ് ആക്സസ് 5ഉം വൈ ആക്സസ് 0. എക്സ് ആക്സസ് 5ഉം വൈ ആക്സസ് 0യും ഈ പോയിന്റ്. സോ ഈ പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യാണ്. കണ്ടോ? അപ്പം ഈ രണ്ട് ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ റീജിയൻ ആണ്, ഞാൻ ഷെയ്ഡ് ചെയ്യാണ്, ഈ റീജിയൻ്റെ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ലൈനാണ് എക്സ് പ്ലസ് z ഈക്വൽ ടു 5. ഓക്കെ, ഇനി ഈ റീജിയനെ ഞാൻ മാറ്റി ഇങ്ങോട്ട് വരയ്ക്കാണ്. കൺസിഡർ ചെയ്യുക, ഇത് ഒരു കേക്ക് പീസ് ആണെന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഹാഫ് ചരിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സർഫസ് കിട്ടും. സോ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് z ഈക്വൽ ടു 1 ആണ്. സോ അടിയിൽ ഈ ബേസിൽ നിന്നും ഞാനൊരു പിന്ന് വെച്ചിട്ട് കുത്തുകയാണെങ്കിൽ മേലോട്ട് ഓരോ പോയിന്റ്സ് വരും. ആ പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ എക്സ് പ്ലസ് z എന്ന് പറയുന്ന ലൈൻ കിട്ടി, ഈക്വൽ ടു 5. ഇതിൽ നിന്നും നമ്മുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അത് എന്തിനാണ് ഈ ലിമിറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വോളിയം ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ dx dy ആൻഡ് dz ആണ്. സോ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും z ആക്സിസിനും ഇടയിലാണ്. ഈ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും ലിമിറ്റുകൾ കണ്ടുപിടിച്ചാലേ നമുക്ക് ഇതിന് ഇൻ്റഗ്രേഷൻ പോസിബിൾ ആകത്തുള്ളൂ. സോ അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇസഡിൻ്റെ ലിമിറ്റ് നമുക്ക് നോക്കാം. ഇസഡിൻ്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബേസിൽ z ഈസ് ഈക്വൽ ടു 1 എന്ന്. സോ എങ്ങനെ എഴുതാം? z equal to 1 മുതൽ എവിടെ വരെ?
ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഇസഡ് ഈക്വൽ ടു 5 വരെയാണ്. സോ ഇതിൽ നിന്നും ഇസഡ് എങ്ങനെ കിട്ടും? 5 മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇസഡിൻ്റെ ലിമിറ്റ് കിട്ടി 1 to 5 മൈനസ് എക്സ്. ഇനി നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റുകളാണ് വേണ്ടുന്നത്. എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ് നോക്കാൻ ആദ്യം ഈ സ്ലൈസ് ചെയ്ത ഈ പീസ് ഉണ്ടല്ലോ, ഈ സർക്കിൾ രൂപത്തിലിരിക്കുന്നത്, ഇതിനെ ഒരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇത് സർക്കിൾ എന്ന് പറയുന്ന ഒരു 2 ഡയമെൻഷണൽ ഫിഗർ ആണ്. സോ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടായിരിക്കും, എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, ഈ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ കണ്ടുപിടിച്ചു. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് റേഡിയസ് എത്രയാണ്? 3 സെന്റിമീറ്ററാണ്. -3 to +3 വരെയാണ് എക്സ് ആക്സിസ് നിൽക്കുന്നത്. പക്ഷേ ഇനി വൈ ആക്സിസ് കണ്ടുപിടിക്കണം. സോ എക്സിന്റെ ലിമിറ്റ് നമുക്ക് കിട്ടി -3 മുതൽ +3 വരെ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈയുടെ ലിമിറ്റ് മാത്രമേ ഉള്ളൂ. വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഈ റീജിയൻ ആണ്, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലിമിറ്റ്. അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ, നമ്മുടെ സിലിണ്ടർ എന്ന് പറയുന്നത് x² + y² = 9 എന്നാണ്. സോ ഇതിൽ നിന്നും y² എങ്ങനെ കിട്ടും? 9 മൈനസ് x². സോ y എന്ന് പറയുന്നത് ±√9 മൈനസ് x². ദാറ്റ് ഈസ് ഇവിടുന്ന് -√9 - x² മുതൽ +√9 - x² വരെയാണ് ഇതിൻ്റെ ലിമിറ്റ്. സോ നമ്മുടെ വൈയുടെ ലിമിറ്റും നമുക്കിവിടെ കിട്ടിയിരിക്കുന്നു. -√9 - x² to +√9 - x². ഈ ലിമിറ്റുകൾ മൂന്നും നമ്മളെ ഇൻ്റഗ്രേഷനിലോട്ട് ഇട്ടുകൊടുത്ത് വോളിയം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിലോട്ട് കിടക്കാം. വോളിയം = ∭ dx dy and dz. ലിമിറ്റ് കൊടുക്കുമ്പോൾ ആദ്യം ഞാൻ ഇസഡിൻ്റെ ലിമിറ്റാണ് കൊടുക്കുന്നത്. സോ ഇസഡ് = 1 to 5 മൈനസ് എക്സ് വരെ. സോ dz. ആൻഡ് ഇനി ഞാൻ വൈയുടെ ലിമിറ്റ് കൊടുക്കുന്നു. -√9 - x² to +√9 - x². അത് dy. ആൻഡ് ലാസ്റ്റ് ഞാൻ ഫൈനലി എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കുകയാണ്. -3 to +3. അത് dx. ഇത് ഞാൻ ഇങ്ങനെ കൊടുത്തതിൻ്റെ കാര്യം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ dz-ഉം വൈൻ്റെയും പിന്നെ എക്സിൻ്റെയും കൊടുത്തത്. ഓക്കെ, ഇനി നോക്കാം. ആദ്യം ചെയ്യുന്നത് dz-നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ അതിനെ ബ്രാക്കറ്റിനുള്ളിലാക്കി. dz-ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് dz ആണ്, അപ് ടു 1 to 5 മൈനസ് എക്സ്. ഇൻ്റഗ്രൽ ബാക്കിയുള്ള 2 ഇൻ്റഗ്രലും അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുക. -x² to +√9 - x², ഇൻ്റഗ്രൽ -3 to +3. അതിൻ്റെ dy-യും dx-ഉം അതുപോലെ കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലിമിറ്റ് ഈ ഇസഡിന് പകരം കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് കൊടുക്കുന്നത്. സോ അപ്പർ ലിമിറ്റ് 5 മൈനസ് എക്സ് -1. അപ്പർ ലിമിറ്റ് 5 മൈനസ് എക്സ് ആണ്, മൈനസ് ലോവർ ലിമിറ്റ് അതാണിത്. സോ ബാക്കി ഇൻ്റഗ്രൽ അതുപോലെ -√9 - x² to +√9 - x², -3 to +3, dy dx. ഓക്കെ, അതിൽ 5 - 1 എന്ന് പറയുന്നത് 4 ആണ്. 4 പിന്നെ ഒരു -x ഉണ്ട്. സോ ബാക്കി ഇൻ്റഗ്രൽ അതുപോലെ 9 - x² to +√9 - x², -3 to +3, √9 ഇതിൻ്റെ dy-യും -3 to +3ൻ്റെ dx. അതുപോലെ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പം 4നെ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, -x-നെ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ എങ്ങനെ എഴുതാം? -3 to +3, ഇൻ്റഗ്രൽ -√9 - x² to +√9 - x², 4 dy dx മൈനസ് ഇൻ്റഗ്രൽ -3 to +3, ഇൻ്റഗ്രൽ -√9 - x² to +√9 - x², x dy dx. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട് +2-നൊക്കെ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ പവർ ഓഡായിട്ട് വന്നാൽ നമ്മൾ ഇൻ്റഗ്രേഷൻ 0 ആയിട്ട് പോകും. സോ അത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ക്യാൻസലായി പോയി. ബാക്കി കണ്ടുപിടിക്കേണ്ടത് ഈ പാർട്ട് മാത്രമേ ഉള്ളൂ. സോ അതിലേക്ക് കടക്കാം.
4 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഇത് അടുത്തത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഡിവൈനെ ആയതുകൊണ്ട് നമ്മൾ അതിനെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാക്കി. ഇനി 4 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. 4നെ അതുപോലെ ഇട്ടു. ഡിവൈൻ്റെ ഇന്റഗ്രൽ y ആണ്. ഏതൊക്കെ ലിമിറ്റ്? -√9 - മുതൽ +√9 - വരെ. ബ്രാക്കറ്റിന് പുറത്തുള്ള ഇന്റഗ്രൽ അതുപോലെ കൊടുക്കാം. -3 to +3 dx. ഇനി നേരത്തെ പറഞ്ഞതുപോലെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് y-ക്ക് പകരം. സോ -3 to +3 4 upper limit, that is √9 - x² minus -√9 - x² dx. ഇതെന്ന് പറയുന്നത് പ്ലസ് ആയി മാറും. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ -3 to +3 4 into 2 into √9 - x² എന്ന് എഴുതാലോ, ഇൻറ്റു dx. 4 2 8. 8നെ ഇങ്ങ് പുറത്തെടുത്തു. ഇന്റഗ്രൽ -3 to +3 √9 - x² dx. സോ നമ്മൾ ഇത് ഇത്രയും വരെ എത്തുമ്പോൾ +2 പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ 0 to a √a² - x² dxന്റെ വാല്യൂ എന്ന് പറയുന്നത് x/2 √a² - x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് x/a എന്നാണ്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ സാധാരണ വരേണ്ടത് 0 to 3 എന്നാണ്. സോ ഈ -3 to 3 +3 ആയതുകൊണ്ട് നമ്മൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0 to 3 ഫോമിലേക്ക് മാറ്റുകയാണ്. 8 into 2 ഇന്റഗ്രൽ 0 to 3 √9 - x² dx. ഇനി ഇങ്ങോട്ട് ചെയ്യുന്നു. 8 into 2 16 ഇന്റഗ്രൽ 0 to 3 √9 - x² dx. സോ ഇതിൻ്റെ ഫോമിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി ഈ വാല്യൂസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. സോ 16 into x/2 √a²/2 means 9 - x² plus a²/2 9/2 സൈൻ ഇൻവേഴ്സ് x/a. എന്ന് പറയുന്നത് 3 ആണ്. ഇന്റഗ്രൽ ലിമിറ്റ് 0 to 3. സോ 16 into ഇനി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ അപ്പർ ലിമിറ്റ് എന്താണ്? 3/2 √9 - x² എന്ന് പറയുമ്പോൾ 3ന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 9 പ്ലസ് 9/2 സൈൻ ഇൻവേഴ്സ് x/3. x എന്ന് പറയുമ്പോൾ സോ അതിൻ്റെ വാല്യൂ കൊടുക്കണം 3/3 മൈനസ് 0ൻ്റെ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0/2 ഇൻറ്റു √9 - x² എന്ന് പറയുമ്പോൾ അത് 0 ആയി പോകും. പ്ലസ് 9/2 സൈൻ ഇൻവേഴ്സ് 0/3 ആകുമ്പോൾ അതും ക്യാൻസൽ ആയി പോകും. സോ അത് എഴുതേണ്ട ആവശ്യമില്ല. 16 into 3/2 ഇതും 9 - 9 0 ആകും. സോ ഇതും പോയി. 16 into 9/2 സൈൻ ഇൻവേഴ്സ് 3/3 is equal to 1. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് π/2 ആണ്. സോ 16 into 9/2 into π/2, that is 16 into 9 π/4. 4 36 π. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ആ റീജിയൻ്റെ വോളിയം എന്ന് പറയുന്നത് 36 π ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായി നാളെ കാണാം.